വിശുദ്ധ റമദാൻ മാസത്തിന്റെ പുണ്യവും കാരുണ്യവും വിളിച്ചോതിക്കൊണ്ട് ഖത്തറിലെ തടവുകാർക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ വർഷവും റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ അമീർ സ്വീകരിക്കുന്ന സവിശേഷമായ ഈ നടപടി ഇത്തവണയും പതിവ് പോലെ വലിയ ആശ്വാസത്തോടെയാണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. തടവറയിലെ ഏകാന്തതയിൽ നിന്നും കുടുംബത്തിന്റെ സ്നേഹത്തിലേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും മടങ്ങാൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമായി ഈ പ്രഖ്യാപനം മാറുന്നു. അമീരി ദിവാനിൽ നിന്ന് വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഔദ്യോഗിക കുറിപ്പിലൂടെയാണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. കേവലം ഒരു ഔദ്യോഗിക നടപടിക്രമം എന്നതിലുപരി തെറ്റുകൾ തിരുത്തി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭരണകൂടം നൽകുന്ന പുതിയൊരു കൈത്താങ്ങായാണ് ഖത്തർ ഈ തീരുമാനത്തെ കാണുന്നത്. വിശുദ്ധ മാസത്തിന്റെ ആത്മീയതയും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഖത്തർ ഭരണകൂടത്തിന്റെ ഈ സത്പ്രവൃത്തി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് പ്രയോജനകരമാകും. തടവുകാർക്ക് അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇഫ്താർ സംഗമങ്ങളിലും പ്രാർത്ഥനകളിലും പങ്കുചേരാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മോചനം ലഭിക്കുന്നവർക്ക് സമൂഹത്തിൽ മാന്യമായ ഇടം വീണ്ടെടുക്കാൻ ഈ പൊതുമാപ്പ് സഹായകരമാകും. തടവുകാരുടെ പെരുമാറ്റ ദൂഷ്യമില്ലാത്ത ട്രാക്ക് റെക്കോർഡും ജയിലിലെ അവരുടെ അച്ചടക്കവുമാണ് മോചനത്തിനായി പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. നിയമപരമായ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് അർഹരായവരുടെ പട്ടിക ഇതിനോടകം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തടവുകാരെ ജയിൽ വിമുക്തരാക്കാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിൽ നീങ്ങുകയാണ്. മാനുഷിക പരിഗണനകൾക്ക് മുൻഗണന നൽകുന്ന ഖത്തറിന്റെ ഭരണരീതിയുടെ ഉത്തമ ഉദാഹരണമാണിത്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണെന്നും എന്നാൽ അവ തിരുത്തി നല്ല രീതിയിൽ ജീവിക്കാൻ ഒരാൾക്ക് അവസരം നൽകുക എന്നത് നീതിനിഷ്ഠമായ ഭരണത്തിന്റെ ലക്ഷ്യമാണെന്നും അമീറിന്റെ ഈ നടപടി അടിവരയിടുന്നു. തടവുകാർക്ക് ഒരു പുതിയ തുടക്കം നൽകുന്നതിലൂടെ അവർക്ക് രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാക്കാൻ സാധിക്കുകയും ചെയ്യും. കുടുംബനാഥൻ തടവിലായതിനെ തുടർന്ന് പ്രയാസത്തിലായ അനേകം കുടുംബങ്ങൾക്ക് ഈ പെരുന്നാൾ കാലം സന്തോഷത്തിൻ്റെതാകും. പൊതുമാപ്പ് ലഭിച്ചവരിൽ വിവിധ രാജ്യക്കാരായ പ്രവാസികൾ ഉൾപ്പെടുന്നുണ്ട് എന്നത് ഖത്തറിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. നിയമലംഘനങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ ഖത്തറിൽ തന്നെ നിയമവിധേയമായ പുതിയ തൊഴിൽ കണ്ടെത്താനോ ഈ അവസരം പ്രയോജനപ്പെടും. റമദാൻ മാസത്തിൽ തടവുകാരെ മോചിപ്പിക്കുന്ന ഈ രീതി അറബ് ലോകത്തെ ദീർഘകാലമായുള്ള ഒരു പാരമ്പര്യമാണ്. ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഭരണക്രമം കാരുണ്യത്തിന് നൽകുന്ന വലിയ സ്ഥാനമാണിത് വ്യക്തമാക്കുന്നത്. ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഇത്തരം നടപടികൾ സഹായിക്കുന്നു. തടവറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ ലഭിച്ച ബോധവൽക്കരണ ക്ലാസുകളും തൊഴിൽ പരിശീലനങ്ങളും മോചിതരാകുന്നവർക്ക് പുറം ലോകത്ത് അതിജീവനം എളുപ്പമാക്കും. കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിയമത്തെ ബഹുമാനിക്കുന്ന പൗരന്മാരായി മാറാനും ഈ കാരുണ്യം അവരെ പ്രേരിപ്പിക്കും. ഓരോ വർഷവും ഇത്തരത്തിൽ മോചിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഭരണകൂടം ജനങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. അമീറിന്റെ ഈ ചരിത്രപരമായ തീരുമാനത്തെ അന്താരാഷ്ട്ര സമൂഹവും പ്രശംസയോടെയാണ് നോക്കിക്കാണുന്നത്. മനുഷ്യാവകാശ സംരക്ഷണത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും ഖത്തർ പുലർത്തുന്ന ജാഗ്രത ഇത്തരം തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുന്നു. മോചിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി വിവിധ സർക്കാർ ഇതര സംഘടനകളും സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. അവർക്ക് ആവശ്യമായ കൗൺസിലിംഗും സാമ്പത്തിക സഹായങ്ങളും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ജയിൽ മോചിതരായവർക്ക് തങ്ങളുടെ തെറ്റുകളിൽ പശ്ചാത്തപിക്കാനും ഇനിയുള്ള ജീവിതം സത്യസന്ധമായി നയിക്കാനും വിശുദ്ധ റമദാൻ മാസത്തിന്റെ സവിശേഷമായ അന്തരീക്ഷം സഹായിക്കുകയും ചെയ്യും. ഈ പൊതുമാപ്പ് പ്രഖ്യാപനം ജയിൽ അധികൃതർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. തടവുകാരുടെ തിരക്ക് കുറയ്ക്കാനും ജയിലിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. അർഹരായവർക്ക് മാത്രമാണ് മാപ്പ് നൽകുന്നതെന്ന് ഉറപ്പാക്കാൻ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഖത്തർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൗരവകരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് സാധാരണയായി ഇത്തരം ഇളവുകൾ ലഭിക്കാറില്ല. ചെറുകിട കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക ഇടപെടലുകളിലെ പാളിച്ചകൾ തുടങ്ങിയ കാരണങ്ങളാൽ തടവിലാക്കപ്പെട്ടവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. ഇത് നീതിപീഠത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മാസം വിട പറയുമ്പോഴേക്കും ഈ തടവുകാരെല്ലാം തങ്ങളുടെ വീടുകളിൽ തിരിച്ചെത്തിയിരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ മനസ്സ് തടവുകാരുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ഖത്തറിലെ നിയമങ്ങൾ ലംഘിക്കാതെ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേക ക്ലാസുകളും നൽകുന്നു. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പൊതുമാപ്പ് നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഈ നടപടി കേവലം തടവുകാരുടെ മോചനം മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും വിളംബരം കൂടിയാണ്.
പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾക്കും മക്കൾക്കും ഈ വാർത്ത സന്തോഷം നൽകുന്ന ഒന്നാണ്. രാജ്യത്തിന്റെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളോടുള്ള അനുകമ്പയും ചേർത്ത് പിടിക്കുന്നതാണ് ഖത്തറിന്റെ ഈ മാതൃകാപരമായ നിലപാട്. വരും തലമുറകൾക്ക് പോലും പാഠമാക്കാവുന്ന തരത്തിലുള്ള ഭരണാധികാരിയുടെ ഈ കാരുണ്യം ഖത്തറിന്റെ ചരിത്രത്തിൽ പൊൻതൂവലായി അവശേഷിക്കും. വിശുദ്ധ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിൽ ഒന്നായി ഈ പൊതുമാപ്പ് വിലയിരുത്തപ്പെടുന്നു.